നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. സംരംഭക സഭ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പനയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കാർഷിക മേഖലയ്ക്കൊപ്പം സംരംഭക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകണമെന്ന് മന്ത്രി. സംരംഭക മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും റോഷി അഗസ്റ്റിൻ. കട്ടപ്പനയിൽ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ കോൺഗ്രസ് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന നേതാക്കൾ. കട്ടപ്പന നഗരസഭയുടെ ജൈവ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യാപാരികൾക്ക് അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ സമരത്തിനൊരുങ്ങി വ്യാപാരി വ്യവസായി സമിതി. വ്യാപാരികളോടൊപ്പം നിൽക്കേണ്ട വ്യാപാരി വ്യവസായ ഏകോപന സമിതി നഗരസഭയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണെന്നും ആരോപണം. വണ്ടൻമേട് പുറ്റടി ഗവൺമെന്റ് ആശുപത്രിയോടനുബന്ധിച്ച് 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് അവഗണനയുടെ വക്കിൽ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നടത്തിയ കെട്ടിടത്തിന്റെ സീലിംഗ് അടക്കം പല ഭാഗങ്ങളും അടർന്നു വീണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ പോലും തയ്യാറാകാതെ അധികൃതർ. വിശദമായ വാർത്തകളിലേക്ക്. കാർഷിക മേഖലയ്ക്കൊപ്പം സംരംഭക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകണമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. സംരംഭക സഭ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പനയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംരംഭക മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ശരാശരി 250-ൽ പരം സംരംഭങ്ങൾ രൂപീകരിച്ചിട്ടുണ്ട്. സംരംഭങ്ങൾക്ക് കൂടുതൽ ഉത്തേജനം പകരുവാൻ വേണ്ടി സംരംഭക വർഷം പദ്ധതിയുടെ ഭാഗമായി ഓരോ പഞ്ചായത്തിലും രൂപീകരിച്ച പുതിയ സംരംഭങ്ങളുടെയും അതിനു മുമ്പ് മുതൽ പ്രവർത്തിച്ചു വരുന്ന സംരംഭങ്ങളുടെയും വിവിധ വകുപ്പ് പ്രതിനിധികളുടെയും കൂട്ടായ്മയാണ് സംരംഭക സഭ എന്ന പേരിൽ നടത്തിയത്. പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഇന്നത്തെ സാഹചര്യങ്ങൾ എടുത്തു പരിശോധിച്ചാൽ സംരംഭക മേഖലയ്ക്ക് സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വ്യവസായിക മേഖലയിൽ വലിയ മാറ്റങ്ങൾ കടകൊടുക്കുക. അപ്പം വ്യവസായ മേഖലയിൽ ഇടുക്കിയിലൊരു ഫുഡ് പാർക്ക് നമുക്ക് ആരംഭിക്കാനുള്ള സംവിധാനങ്ങളായി താമസിക നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുക. അപ്പം പുതിയ സംരംഭങ്ങൾ വരിക, അവിടെ വന്ന് അതിൻ്റെ ഭാഗമാകാം. അപ്പം അങ്ങനെയെല്ലാം പുതിയ തലങ്ങളിലേക്ക് ഉയർന്നു വരാൻ സാധ്യത പ്രയോജനപ്പെടുത്താൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടിയിൽ അധ്യക്ഷയായിരുന്നു. ചടങ്ങിൽ വെച്ച് മികച്ച സംരംഭകരെ ആദരിച്ചു. കട്ടപ്പന നഗരസഭാ വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് കെ.ജെ. ബെന്നി, കാഞ്ചാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട, ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആനന്ദ് സുനിൽകുമാർ, ജില്ലാ വ്യാവസായിക കേന്ദ്രം ജനറൽ മാനേജർ ലിസിയാമ്മ സാമുവൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ, ബാങ്ക് ഉദ്യോഗസ്ഥന്മാർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപന പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കട്ടപ്പനയിൽ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ കോൺഗ്രസ് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ പറഞ്ഞു. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികളായ CPM നേതാവിനെയും ബാങ്ക് ജീവനക്കാരെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. പോലീസ് സ്റ്റേഷന് സമീപം സമരക്കാരെ പോലീസ് തടഞ്ഞു. ഇത് നേരിയ സംഘർഷത്തിന് ഇടവരുത്തി. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ഇരുന്ന ലാത്തി പിടിച്ചു വാങ്ങി കൊടികെട്ടാൻ ശ്രമം നടന്നു. AICC അംഗം അഡ്വക്കേറ്റ് EM അഗസ്തി സമരം ഉദ്ഘാടനം ചെയ്തു. സഹകരണ സ്ഥാപനം എന്ന കള്ളപ്പേര് പ്രചരിപ്പിച്ചുകൊണ്ട് സാബുവിനെ പോലെയുള്ള സത്യസന്ധന്മാരായവരുടെ മുഴുവൻ സമ്പാദ്യവും തട്ടിയെടുക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ് നാട്ടിലെ വയ്യാവേലികൾ. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ടും പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിയുന്നില്ല. അതിനർത്ഥം പോലീസ് ഭരിക്കുന്ന പാർട്ടിയുടെ ചട്ടുകമായി മാറിയിരിക്കുന്നു എന്നാണെന്നും EM അഗസ്തി ആരോപിച്ചു. സാബു ആ സങ്കടം പറയാൻ വേണ്ടി തനിക്ക് വിശ്വാസമുണ്ടായിരുന്ന അറിയുമായിരുന്ന നേതാവിനെ വിളിച്ചു. നേതാവിന്റെ ഭീഷണം ധൈര്യമായി സാബു പറയുകയാണ്, ഞാനൊന്ന് പറയുന്നതൊന്ന് കേൾക്കണം. എത്രയോ പ്രാവശ്യമാണ് സഖാവേ സഖാവേ എന്ന് സാബുവിന്റെ സത്യസന്ദേശത്തിൽ പറയുന്നത്. നിന്നെ പണി പഠിപ്പിക്കാമെന്നാണ് നേതാവ് പറയുന്നത്. അല്ല സഖാവേ, ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ എന്ന് സാബു ആവർത്തിച്ച് പറയുകയാണ്. നിന്നെ പണി പഠിപ്പിക്കാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി കളിച്ചാൽ എങ്ങനെയിരിക്കുമെന്ന് ആവുള്ള ഭീഷണി. ആട്ടെ, അതിന് പേര് നടപടി സ്വീകരിക്കട്ടെ. എന്താ കട്ടപ്പന പോലീസിന് മനസ്സിലാകാത്ത, ഇടുക്കി പോലീസ് മനസ്സിലാകാത്തത്? ശബ്ദ സന്ദേശമുണ്ട്.
കേരളത്തിലെ മുഴുവൻ ആളുകളും കേട്ടതാണ്. ബിസിയുടെ സത്യസന്ദേശം. സാബുവിന്റെ മാനക്കുറിപ്പുണ്ട്. സാബു പറഞ്ഞിരിക്കുന്നു, എന്നെ അപമാനിച്ചു, എന്നെ കൈയൊക്കെ ചെയ്തു എന്ന് സാബു മാനക്കുറിപ്പിൽ എഴുതി വച്ചിരിക്കുന്നു. ഇത്രയും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിട്ട് പ്രതികളെ കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനും പോലീസിന് കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ പോലീസ് ഭരിക്കുന്ന പാർട്ടിയുടെ ചട്ടകമായി മാറിയിരിക്കുന്നു എന്നതാണ്. ഇവർക്കൊന്നും പക്ഷേ രക്ഷപ്പെടാൻ പറ്റത്തില്ല കേട്ടോ. രാജ്യത്ത് നിയമവ്യവസ്ഥയുണ്ട്. സാബുവിന്റെ കുടുംബം നിയമപരമായി എവിടെ വരെ പോയാലും ആ കൂടെ കോൺഗ്രസ് പാർട്ടി ഉണ്ടാവും. സാബുവിന്റെ കുടുംബത്തിന് നീതി ലഭിക്കുന്നതുവരെ കോൺഗ്രസ് ശക്തമായി സമരം നടത്തുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ അധ്യക്ഷനായിരുന്നു. UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, KPCC സെക്രട്ടറി തോമസ് രാജൻ, നേതാക്കളായ അഡ്വക്കേറ്റ് സേനാപതി വേണു, ജോർജ് ജോസഫ് പടവൻ, MD അർജുനൻ, KJ ബെന്നി, KB സെൽവം, ജെയ്സൺ K ആന്റണി, മനോജ് മുരളി തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പന നഗരസഭയുടെ ജൈവ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യാപാരികൾക്ക് അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ വ്യാപാരി വ്യവസായി സമിതി സമരത്തിനൊരുങ്ങുന്നു. വ്യാപാരികളോടൊപ്പം നിൽക്കേണ്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരസഭയുടെ B ടീമായി പ്രവർത്തിക്കുകയാണെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കട്ടപ്പന നഗരസഭയിലെ ജൈവ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട വ്യാപാരികളുടെ പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി വ്യാപാരി വ്യവസായി സമിതിയുടെ നേതൃത്വത്തിൽ നഗരസഭ അധികൃതർക്ക് നിരവധി നിവേദനങ്ങൾ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും അനുകൂലമായ തീരുമാനം ഉണ്ടാക്കുന്നതിനായി അടിയന്തര കൗൺസിൽ കൂടണമെന്നും ഇതിൽ അനുകൂല തീരുമാനം ഉണ്ടാക്കുമെന്നും വ്യാപാരികളെ നഗരസഭ അറിയിച്ചു. എന്നാൽ വിഷയത്തിൽ ഇതുവരെയും ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. നഗരസഭയുടെ B ടീമായി പ്രവർത്തിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയെ കൂട്ടുപിടിച്ച രഹസ്യധാരണയുടെ അടിസ്ഥാനത്തിൽ നഗരസഭയുടെ തീരുമാനം നടപ്പിലാക്കാൻ ഒരുങ്ങുകയാണ് അധികൃതരെന്നും വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. ഒരു അടിയന്തര കൗൺസിൽ യോഗം വിളിച്ചു കൂട്ടുമെന്നും അതിനകത്ത് സുപ്രധാന തീരുമാനം വ്യാപാരികൾക്കും പൊതുജനങ്ങൾക്കും ദോഷകരമായിട്ട് ബാധിക്കുന്ന ഈ സംഭവത്തിൽ അത് വ്യാപാരികൾക്ക് ഗുണകരമായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകുമെന്നും കട്ടപ്പന നഗരസഭയെ അറിയിക്കുകയുണ്ടായി. എന്നാൽ 7-ാം തീയതി നടന്ന കൗൺസിൽ യോഗത്തിൽ ഇതൊരു അജണ്ടയായിട്ട് വരികയോ ഒരു കാര്യങ്ങൾ ചെയ്യാതെ ഒരു ഫെസ്റ്റിൻ്റെ മാത്രം അജണ്ടയിൽ എടുത്തുകൊണ്ട് അവരവിടെ ചർച്ച നടത്തുകയും ഇതിന് ഒരു രഹസ്യധാരണ മർച്ചൻ്റ് അസോസിയേഷനുമായിട്ട് ഉണ്ടായിക്കൊണ്ട് അവർ ഒരു സ്വകാര്യമായിട്ട് കുറച്ച് വ്യാപാരികളെ വിളിച്ച് ഒരു മീറ്റിംഗ് കൂടിക്കൊണ്ട് നഗരസഭയ്ക്ക് അനുകൂലമായിട്ട് തീരുമാനങ്ങൾ എടുപ്പിക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. ഇത് വ്യാപാരികൾ അംഗീകരിച്ച് മുമ്പോട്ട് പോകുന്ന കാര്യമല്ല. കട്ടപ്പന നഗരസഭയും മർച്ചൻ്റ് അസോസിയേഷനും കൂടെ ഈ ധാരണയുണ്ടാക്കിക്കൊണ്ട് ആ ഒരു രീതിയിൽ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ ഒരു വ്യാപാര സമൂഹം ഒറ്റപ്പെട്ടു പോകുന്ന ഒരവസ്ഥയുണ്ടാവും. അതിനോട് വ്യാപാരി വ്യവസായി സമിതി അനുകൂലിക്കുന്നില്ല. വ്യാപാര മേഖല നിലവിൽ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത്. അതിനാൽ തന്നെ അധിക ഭാരം വ്യാപാരികളുടെ തലയിൽ അടിച്ചേൽപ്പിക്കുന്ന നഗരസഭയുടെ നടപടി പ്രതിഷേധകരമാണ്. വിഷയത്തിൽ വ്യാപാരികളെയും പൊതുജനങ്ങളെയും അണിനിരത്തി സമരത്തിനൊരുങ്ങുന്നതായും വ്യാപാരി വ്യവസായി സമിതി നേതാക്കൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് മജീഷ് ജേക്കബ്, സെക്രട്ടറി ഷിനോജ് GS, ആൽവിൻ തോമസ്, PK സജീവ്, MR അയ്യപ്പൻകുട്ടി, PB സുരേഷ് കുമാർ, ജഹാംഗീർ, മനു ജോസഫ്, അനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൻമേട് പുറ്റടി ഗവൺമെന്റ് ആശുപത്രിയോടനുബന്ധിച്ച് 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് അവഗണനയുടെ വക്കിൽ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നടത്തിയ കെട്ടിടത്തിന്റെ സീലിംഗ് അടക്കം പല ഭാഗങ്ങളും അടർന്നു വീണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ പോലും അധികൃതർ തയ്യാറായിട്ടില്ല. സംസ്ഥാനത്താകെ 37 സർക്കാർ ആശുപത്രികളോടനുബന്ധിച്ച് ആധുനിക സൗകര്യങ്ങളുടെ നിർമ്മാണം പൂർത്തീകരിച്ച ഐസൊലേഷൻ വാർഡുകൾ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഓൺലൈനായി മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തത്. ഇതോടൊപ്പം വണ്ടൻമേട് പുറ്റടി സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും 4 കോടി രൂപ ചിലവഴിച്ച യന്ത്ര സാമഗ്രികളും ചികിത്സാ ഉപകരണങ്ങളും ബെഡുകളും ഉൾപ്പെടെയുള്ള ഐസൊലേഷൻ വാർഡ് ഉദ്ഘാടനം ചെയ്തിരുന്നു. എന്നാൽ 1 വർഷത്തോളമായിട്ടും ഈ കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. കാറ്റത്തെ കെട്ടിടത്തിന്റെ സീലിംഗ് ഷീറ്റുകൾ പലയിടത്തും ഇളകി നശിച്ച നിലയിലാണ്. പൊതുഖജനാവിലെ കോടികൾ ഇത്തരത്തിൽ പാഴാക്കി കളയുന്ന സർക്കാർ നടപടിയിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുന്നതായി പൊതുപ്രവർത്തകർ പറഞ്ഞു. വന്യമൃഗങ്ങളോട് കാണിക്കുന്ന ഒരു പരിഗണനയെങ്കിലും സാധാരണ ജനങ്ങളോട് കാണിക്കാൻ ഗവൺമെൻറ് സമ്പ്രദായങ്ങൾ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ നാട് എങ്ങനെ നാളേക്ക് ഒരു വാഗ്ദാനമാകാൻ പറ്റും? ഇവിടുത്തെ പല പൊതുപ്രവർത്തകരും പുതുതായി പണിത് മാറ്റുന്ന പുതിയ ബിൽഡിങ്ങും 1 വർഷം തികയുന്നതിന് മുമ്പ് അത് തകർന്നു വീഴുന്ന സാഹചര്യമെല്ലാം മനസ്സിലാക്കണം. ഇതിനു മുമ്പ് ഇതുപോലെ സംയുക്തമായി നമ്മുടെ ആശുപത്രി ഡോക്ടർമാരുടെ അതീവമായ കുറവ്, അവരുടെ ഒരു സർക്കാർ സമ്പ്രദായത്തിൻ്റെ ഒരു ശ്രദ്ധ പോലും ഇല്ല എന്ന് ബോധ്യപ്പെട്ട സാധാരണ ജനങ്ങളും ഇവിടുത്തെ സാമുദായിക സംഘടനകളും എല്ലാം ചേർന്ന് പുറ്റടി ആശുപത്രി സംരക്ഷണ സമിതി എന്ന ഒരു സംഘടന രൂപീകരിക്കുകയും 2,000-ഓളം പേർ ഇവിടെ പ്രതിഷേധമായി ഒരു നിരാഹാര സമരം ഉൾപ്പെടെ ഒരു രാത്രി മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ ഈ ആശുപത്രി പടിക്കൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. തികഞ്ഞ് അന്നേ ദിവസം തന്നെ
ആ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത ജനങ്ങളെ കണ്ണിൽ പൊടിയിടും വിധം 6ഓളം ഫ്ലെക്സുകൾ ഈ ആശുപത്രിയിൽ 6 ഡോക്ടർമാരെ നിയമിച്ചു. ഈ ആശുപത്രി നാളെ മുതൽ സൂപ്പർ സ്പെഷ്യലിലേക്ക് മാറുകയാണ്. താൽക്കാലികമായ ഒരു പ്രഹസനം മാത്രം കാണിച്ചുകൊണ്ട് ഈ ഭരണ സംവിധാനം ജനങ്ങളെ നോക്കുകുത്തിയാക്കി മാറ്റുകയാണ് ഉണ്ടായത്. ഇന്നും ഒരു PSC നിയമനത്തിലെ ഡോക്ടർ പോലും ഡ്യൂട്ടിയിലില്ല. 2 ചെറുപ്പക്കാരായ NRHM നിയമനത്തിനുള്ള ഡോക്ടർമാർ മാത്രം വന്ന് ആശുപത്രിയിൽ സേവനം നൽകുന്ന ഒരു സാഹചര്യം. നമ്മൾ 3 പഞ്ചായത്തുകൾ ഈ ആശുപത്രിയെ ഫേസ് ചെയ്താണ് സാധാരണക്കാരായ മനുഷ്യർ ഹോസ്പിറ്റൽ ആവശ്യങ്ങൾക്ക് വരികയും അവരുടെ അത്യാവശ്യ ഏത് സഹായത്തിനും ഓടിയെത്തുന്നൊരു ആശുപത്രിയാണ്. ഗതികേടെന്ന് പറയട്ടെ, ഇന്ന് ഈ ആശുപത്രിയുടെ മുന്നിൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ആ രോഗിയെയും കൊണ്ട് കട്ടപ്പനയ്ക്ക് പോകേണ്ട ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഭരണ സംവിധാനങ്ങൾ ഈ പ്രസ്ഥാനത്തെ ഉറ്റുനോക്കുന്നത്. ദയവായി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാം പൊതുജനത്തിൻ്റെ നന്മയ്ക്കെന്ന് കാണുവാൻ എല്ലാവരും തയ്യാറാവണമെന്നുള്ള വിനീതമായി അപേക്ഷിക്കുകയാണ്. 4 കോടി മുടക്കിയ കെട്ടിട സമുച്ചയത്തിന് ചുറ്റും വലിയ തോതിൽ കാടുകൾ വളർന്ന നിലയിലും പരിസരത്ത് വ്യാപകമായി മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞ നിലയിലുമാണ്. സർക്കാരിന്റെ അലംഭാവം മൂലം കോടികൾ നശിച്ചു പോകുമ്പോഴും ആവശ്യത്തിന് ഡോക്ടർമാരും ചികിത്സാ സൗകര്യങ്ങളും ഇല്ലാതെ രോഗികൾ വലയുകയാണ്. ആരോഗ്യവകുപ്പിന്റെ അടിയന്തര നടപടി ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്നും ഐസൊലേഷൻ വാർഡ് പ്രവർത്തന സജ്ജമാക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. ബോഡിമിട്ട് ചെക്ക് പോസ്റ്റിലൂടെ നികുതി വെട്ടിച്ചു കടത്താൻ ശ്രമിച്ച 2000 കിലോ ഏലക്ക പിടികൂടി. 60 ലക്ഷം രൂപ വില വരുന്ന ഏലക്കയാണ് തമിഴ്നാട്ടിലേക്ക് കടത്താൻ ശ്രമിക്കുന്നതിനിടെ GST എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പിടികൂടിയത്. സംസ്ഥാന GST വകുപ്പ് എൻഫോഴ്സ്മെന്റ് ആൻഡ് ഇന്റലിജൻസ് ജോയിന്റ് കമ്മീഷണർ B പ്രമോദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നികുതി അടയ്ക്കാതെയും രേഖകളില്ലാതെയും തമിഴ്നാട്ടിലേക്ക് കടത്താൻ ശ്രമിച്ച ഏലക്കയും വാഹനവും സ്ക്വാഡ് പിടികൂടിയത്. GST എറണാകുളം എൻഫോഴ്സ്മെന്റ് ഡെപ്യൂട്ടി കമ്മീഷണർ S റെജി, അസിസ്റ്റന്റ് കമ്മീഷണർ ബിജു സക്കറിയ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നികുതി വെട്ടിപ്പ് കണ്ടെത്തിയത്. പിടികൂടിയ വാഹനവും ഏലക്കയും ശാന്തൻപാറ പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. പിഴ ഈടാക്കിയ ശേഷം വാഹനവും ഏലക്കയും വിട്ടു നൽകും. ബീൽറാം സ്വദേശി സജീവനാണ് ഏലക്ക കടത്തിയതെന്ന് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് നികുതി വെട്ടിപ്പ് നടത്തി തമിഴ്നാട്ടിലേക്ക് ഏലക്ക കടത്തുന്ന സംഘങ്ങൾ ജില്ലയിലുണ്ടെന്ന് GST വിഭാഗത്തിന് പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 1 മാസത്തോളമായി GST വിഭാഗം മേഖലയിൽ നിരീക്ഷണം നടത്തി വരികയായിരുന്നു. പ്രഭാത നടത്തത്തിനിടെ കോൺട്രാക്ടർക്ക് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേറ്റു. വണ്ടിപ്പെരിയാർ മുബാറക്ക് കോളനി പള്ളിമുറ്റത്ത് വീട്ടിൽ ജസ്റ്റിനാണ് പരിക്കേറ്റത്. വണ്ടിപ്പെരിയാർ മുബാറക്ക് കോളനി പള്ളിമുറ്റത്ത് വീട്ടിൽ ജസ്റ്റിനാണ് പരിക്കേറ്റത്. പുലർച്ചെയായിരുന്നു സംഭവം നടന്നത്. പ്രഭാത നടത്തത്തിനിറങ്ങിയ ജസ്റ്റിനെ കാട്ടുപന്നി ആക്രമിക്കുകയായിരുന്നു. ആക്രമണത്തിൽ നടുവിനും കാലിനും പരിക്കേറ്റതിനെ തുടർന്ന് ജസ്റ്റിനെ കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മേഖലയിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന 2ാമത്തെ വ്യക്തിയാണ് ജസ്റ്റിൻ. മുമ്പ് ജസ്റ്റിന്റെ മാതാവിനെ കാട്ടുപന്നി കുത്തി പരിക്കേൽപ്പിച്ചിരുന്നു. അന്ന് ജസ്റ്റിന്റെ മാതാവിന്റെ കാല് ഒടിയുകയും ചെയ്തു. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ നിയന്ത്രിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച പ്രതിയെ പോക്സോ നിയമപ്രകാരം പോലീസ് അറസ്റ്റ് ചെയ്തു. പൈനാവ് 56 കോളനി സ്വദേശി പൂവത്തുകുന്നേൽ ബിനുവിനെയാണ് ഇടുക്കി പോലീസ് അറസ്റ്റ് ചെയ്തത്. പൈനാവ് 56 കോളനി സ്വദേശി പൂവത്തുകുന്നേൽ ബിനുവിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോക്സോ നിയമപ്രകാരമുള്ള കുറ്റകൃത്യങ്ങൾ ചുമത്തിയാണ് ബിനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇടുക്കി സർക്കിൾ ഇൻസ്പെക്ടർ സന്തോഷ് സജീവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം എറണാകുളത്തു നിന്നും കഴിഞ്ഞ ദിവസം രാത്രിയാണ് പ്രതിയെ പിടികൂടിയത്. തുടർന്ന് ഇയാളെ ഇടുക്കി പോലീസ് സ്റ്റേഷനിലെത്തിച്ചു. വൈദ്യപരിശോധന ഉൾപ്പെടെ പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. തൊടുപുഴയിൽ നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിച്ചു. അപകടത്തിൽ സ്കൂട്ടർ യാത്രക്കാരന് ഗുരുതര പരിക്കേറ്റു. തൊടുപുഴ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലായിരുന്നു അപകടം. അപകടം നടന്നത്. നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച ശേഷം ഇരുചക്ര വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. അപകടത്തിൽ മണക്കാട് വെട്ടിക്കൽ ജോബിക്കാണ് പരിക്കേറ്റത്. ഇയാളെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ജോബിയുടെ 2 കാലുകൾക്കും കൈക്കും ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. തലയ്ക്കും പരിക്കേറ്റു. കൊല്ലത്തു നിന്നെത്തിയ യാത്രക്കാർ സഞ്ചരിച്ചിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. ഇവർ മൂന്നാറിലേക്ക് പോകുകയായിരുന്നു. പോസ്റ്റിലും വാഹനങ്ങളിലും ഇടിച്ച കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ കാർ യാത്രക്കാർക്കും പരിക്കേറ്റു. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ ധീരജ് രാജേന്ദ്രന്റെ 3ാമത് രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശ് M സജി നേതൃത്വം നൽകി. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ധീരജ് രാജേന്ദ്രന്റെ 3ാമത് രക്തസാക്ഷി ദിനാചരണമാണ് കോളേജിൽ നടന്നത്.
2021 ജനുവരി 10 കോളേജ് ക്യാമ്പസിൽ വെച്ച് രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന് ധീരജ് കുത്തേറ്റ് മരിച്ചത്. അനുസ്മരണത്തിന്റെ ഭാഗമായി SFI ജില്ലാ പ്രസിഡന്റ് ശരത് പ്രസാദ് കോളേജ് അങ്കണത്തിൽ പതാക ഉയർത്തി. SFI അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറി ആദർശ് M. സജി അനുസ്മരണ പ്രഭാഷണം നടത്തി. നാടിനകത്ത് ഈ വിദ്യാർത്ഥി പ്രസ്ഥാനം നടത്തിയ മുന്നേറ്റങ്ങളെയെല്ലാം ഒരു വിദ്യാർത്ഥിയുടെ ഹൃദയത്തിൽ കടാര കയറ്റിയാൽ, ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ എടുത്താൽ അതിലൂടെ ഇല്ലാതാകുമെന്ന ധാരണയിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ക്രിമിനൽ സംഘം നിഖിൽ പൈലിയുടെ നേതൃത്വത്തിൽ ഈ ക്യാമ്പസിനകത്ത് വന്ന് യാതൊരു സംഘർഷ സാധ്യത ഇല്ലാഞ്ഞിട്ടും ഇവിടുത്തെ തെരഞ്ഞെടുപ്പിന് നേതൃത്വമായി നിൽക്കുന്ന സഖാവ് ധീരജിനെ കൊലപ്പെടുത്തുന്ന സാഹചര്യം, കടാര സഖാവ് ധീരജിൻ്റെ ഹൃദയത്തിലേക്ക് കുത്തിയിറക്കുന്ന സാഹചര്യം ഈ ക്യാമ്പസുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നത്. തുടർന്ന് പ്രകടനമായി എത്തിയ പ്രവർത്തകർ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. SFI ജില്ലാ സെക്രട്ടറി ടോണി കുര്യാക്കോസ്, ജില്ലാ പ്രസിഡന്റ് ലിനു ജോസ്, സജീവ് സഹദേവൻ, ജിനീഷ രാജൻ എന്നിവർ നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ ആലടി ഭാഗത്തു നിന്നും പെരിയാർ നദിയിലേക്ക് ടൺ കണക്കിന് മണ്ണ് തള്ളിയ സംഭവത്തിൽ മേജർ ഇറിഗേഷൻ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. കുമളിയിൽ നിന്നെത്തിയ സംഘമാണ് പരിശോധന നടത്തിയത്. മണ്ണ് തള്ളിയവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. അയ്യപ്പൻകോവിൽ ചപ്പാത്ത് മുതൽ പരപ്പ് വരെയുള്ള ഭാഗങ്ങളിൽ മലയോര ഹൈവേ നിർമ്മാണത്തിന്റെ ഭാഗമായി എടുത്ത ടൺ കണക്കിന് മണ്ണ് പെരിയാർ നദിയിലേക്ക് തള്ളിയത് വിവാദമായിരുന്നു. ഇതോടെയാണ് മേജർ ഇറിഗേഷൻ കുമളി സെക്ഷൻ ഓഫീസിൽ നിന്നുമുള്ള ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയത്. ഹൈവേ നിർമ്മാണത്തിന്റെ മറവിൽ അനധികൃത പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. മലയോര ഹൈവേ അധികൃതരെ സംഭവസ്ഥലത്തേക്ക് വിളിച്ചു വരുത്തി വിവരങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു. മാനദണ്ഡങ്ങൾ പാലിക്കാതെ പുറമ്പോക്ക് ഭൂമിയിൽ മണ്ണ് തള്ളിയ സംഭവത്തെക്കുറിച്ച് ചങ്ങനാശ്ശേരി ഡിവിഷൻ ഉദ്യോഗസ്ഥർക്കും ജില്ലാ കളക്ടർക്കും റിപ്പോർട്ട് നൽകുമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഞങ്ങൾ ഇതിൽ പോയ വഴിക്ക് ഇങ്ങനെ ഒരു ഇത് കണ്ടിട്ട് മനസ്സിലായിട്ടാണ് ഇവിടെ വന്നത്. ഞങ്ങളുടെ അറിവോടെയൊന്നും അല്ല ഇവിടെ വന്നേക്കുന്നത്. ഏകദേശം നല്ലൊരു ക്വാണ്ടിറ്റി മണ്ണ് ഇവിടെ ഫില്ല് ചെയ്തതായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞങ്ങൾ ഈ വിവരങ്ങൾ ഹയർ ഓഫീസേഴ്സിനെ റിപ്പോർട്ട് ചെയ്യുകയും അതേപോലെ തന്നെ ഇത് NHന്റെ ഭാഗമായിട്ട് മലയോര ഹൈവേയുടെ ഭാഗമായിട്ടുള്ള മെറ്റീരിയലാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അവരുമായിട്ട് കോൺടാക്ട് ചെയ്ത് ബാക്കി നടപടികൾ സ്വീകരിക്കുന്നതാണ്. മേജർ ഇറിഗേഷൻ കുമളി സെക്ഷനിലെ ഉദ്യോഗസ്ഥരായ അസിസ്റ്റന്റ് എഞ്ചിനീയർ ബിനു മാത്യു, ഓവർസിയർ AJ ജോസുകുട്ടി എന്നിവരാണ് പരിശോധന നടത്തിയത്. മണ്ണ് തള്ളിയ സ്ഥലത്ത് സ്വകാര്യ വ്യക്തി കല്ല് കെട്ടിത്തിരിച്ച നിലമൊരുക്കി നിർമ്മാണം നടത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തിവരികയായിരുന്നു. പട്ടയമുള്ള ഭൂമിയുടെ ഉടമയുടെ അനുവാദം വാങ്ങി റവന്യൂ അധികാരികളിൽ നിന്നും ഉത്തരവെടുത്ത് വേണം ഇത്തരം ഭൂമിയിൽ മണ്ണ് നിക്ഷേപിക്കാൻ. ഈ നിയമവും ലംഘിച്ചാണ് മലയോര ഹൈവേ നിർമ്മാതാക്കൾ ഇവിടെ മണ്ണ് നിക്ഷേപിച്ചത്. ഇരുമ്പുപാലം ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഔപചാരിക ഉദ്ഘാടനം ഈ മാസം 14 നടക്കുമെന്ന് സൊസൈറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. MP അഡ്വക്കേറ്റ് ഇൻ കുര്യാക്കോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് A. രാജ MLA ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. ഇരുമ്പുപാലത്തും പരിസര പ്രദേശങ്ങളിലും ചികിത്സയ്ക്കായി സാമ്പത്തിക പ്രയാസം നേരിടുന്നവർക്ക് കൈത്താങ്ങാകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇരുമ്പുപാലം ചാരിറ്റബിൾ സൊസൈറ്റിക്ക് രൂപം നൽകിയിരിക്കുന്നത്. പ്രദേശത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ ആളുകളെ ഒത്തിണക്കി 1 വർഷം മുമ്പ് ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത പ്രവർത്തനം ആരംഭിച്ചിരുന്നു. ഈ സൊസൈറ്റിയുടെ ഔപചാരിക ഉദ്ഘാടനം ഈ മാസം 14 നടക്കുമെന്ന് ചാരിറ്റബിൾ സൊസൈറ്റി ഭാരവാഹികൾ അടിമാലിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇരുമ്പുപാലം മേഖലയിലെ സാമ്പത്തികമായി ബുദ്ധിമുട്ടനുഭവിക്കുന്ന രോഗികളെയും വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികളെ, ദൈനംദിന ജീവിതത്തിന് കഷ്ടപ്പെടുന്ന കുടുംബങ്ങളെ എന്നിവരെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഏകദേശം 1 വർഷക്കാലം മുൻപ് ഇരുമ്പുപാലത്തെ രാഷ്ട്രീയ, സാമൂഹിക, പൊതുരംഗത്തെ ആളുകൾ ഒരാലോചനാ യോഗം കൂടുകയും ആ യോഗത്തിൽ വെച്ച് ഒരു ചാരിറ്റബിൾ സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന കാര്യത്തെപ്പറ്റി ആലോചിച്ച് തീരുമാനമെടുക്കുകയും ചെയ്തു. ഈ സൊസൈറ്റി നല്ല രീതിയിൽ പ്രവർത്തിച്ചു പോകുന്ന സാഹചര്യത്തിൽ സൊസൈറ്റിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തണമെന്ന് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കൂടി ആലോചിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ 2025
ഒന്നാം മാസം 14-ാം തീയതി ചൊവ്വാഴ്ച 4 മണിക്ക് ബഹുമാനപ്പെട്ട ഇടുക്കിയുടെ MP ഡീൻ കുര്യാക്കോസ് ഈ സൊസൈറ്റി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതും ഉദ്ഘാടന വേളയിൽ നമ്മുടെ പ്രിയങ്കരനായ ദേവികുളത്തിൻ്റെ MLA അഡ്വക്കേറ്റ് A. രാജ മുഖ്യ അതിഥിയായി പങ്കെടുത്തുകൊണ്ട് അതിനെ ആശംസ അറിയിക്കുന്നതുമാണ്. MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ഉദ്ഘാടനം നിർവഹിക്കും. അഡ്വക്കേറ്റ് A. രാജ MLA ചടങ്ങിൽ മുഖ്യ അതിഥിയാകും. പ്രദേശത്തെ സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ ആളുകൾ ചടങ്ങിൽ പങ്കെടുക്കും. ഇതിനോടകം ചികിത്സയ്ക്ക് സാമ്പത്തിക പ്രയാസം നേരിടുന്ന ഒരുപറ്റം ആളുകൾക്ക് താങ്ങാകാൻ സൊസൈറ്റിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും സൊസൈറ്റി പ്രസിഡന്റ് ബേബി അഞ്ചേരി, സെക്രട്ടറി PP സാബു, MP സൈനുദ്ദീൻ, PM ലത്തീഫ്, ബാബു കീച്ചേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ടെലിവിഷനിൽ മാത്രം കണ്ടു പരിചയിച്ച ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കട്ടപ്പനയുടെ മണ്ണിൽ സംഘടിപ്പിച്ചപ്പോൾ കാണികൾക്ക് പുതിയ അനുഭവമായി മാറി. സ്ത്രീകളും കുട്ടികളും മുതിർന്നവരും യുവാക്കളും ഉൾപ്പെടെ നിരവധി ആളുകളാണ് കട്ടപ്പന ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് കാണാൻ എത്തിയത്. മത്സരം കാണികളിൽ ആവേശവും പടർത്തി. 2 ദിവസങ്ങളിലായാണ് കട്ടപ്പന ഫെസ്റ്റിന്റെ ഭാഗമായി ഫെസ്റ്റ് നഗരിയിൽ ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചത്. പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വെവ്വേറെയായിരുന്നു മത്സരങ്ങൾ. ടെലിവിഷനിലൂടെ മാത്രം കണ്ടു പരിചയിച്ച ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് നേരിൽ കണ്ടതിന്റെ ആവേശം കാണികളുടെ കണ്ണുകളിൽ പ്രകടമായിരുന്നു. സാഫനിയ അക്കാദമിയുടെ നേതൃത്വത്തിലാണ് പ്രൊഫഷണൽ ബോക്സിംഗ് ഹിൽ ബോക്സ് എന്ന പേരിൽ കട്ടപ്പന ഫെസ്റ്റിൽ ചാമ്പ്യൻഷിപ്പ് നടത്തിയത്. നമ്മുടെ കട്ടപ്പന ഫെസ്റ്റിനോടനുബന്ധിച്ച് നമ്മൾ പ്രോ ബോക്സിംഗ് മത്സരം കട്ടപ്പനയിൽ നടത്തി. അത് നല്ല വിജയകരമായി പൂർത്തിയാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതിന് ഇവിടുത്തെ സംഘാടകരോടും ഫെസ്റ്റ് നടത്തിയ മുനിസിപ്പാലിറ്റിയോടും എല്ലാവരോടും നന്ദി, സ്നേഹവും കടപ്പാടും കേരള ബോക്സിംഗ് കൗൺസിലിൻ്റെ പേരിൽ അറിയിക്കുന്നു. കട്ടപ്പനയിലെ ജനങ്ങൾ മൊത്തം ഏറ്റെടുത്തു. അവർക്ക് നല്ല രീതിയിൽ ഒരു ബോക്സിംഗ് മത്സരം കാണാനായിട്ട് പറ്റി. ഞങ്ങൾ ഇനിയും ഞങ്ങളുടെ അസോസിയേഷനിൽ നിന്ന് ഇന്ത്യൻ ബോക്സിംഗ് കൗൺസിലിൻ്റെ സെക്രട്ടറി വരെ വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹം വരെ പറഞ്ഞു, ഇത്ര നല്ല മത്സരം ഇടുക്കി ജില്ലയിൽ ആദ്യമായിട്ടാണ് നമ്മൾ കട്ടപ്പനയിൽ നടത്തുന്നത്. ഇത് വൻ വിജയമായിട്ട് തീർന്നു. ആദ്യമായിട്ടാണ് നമ്മൾ ഫെസ്റ്റിൽ ഒരു ഇന്ത്യയിലെ പ്രോ ബോക്സിംഗ് മത്സരം നടത്തുന്നത്. അത് വൻ ഗംഭീരമായിട്ട് തീർക്കാനായിട്ട് നമുക്ക് പറ്റി. തീപാറും പ്രകടനമാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെച്ചത്. ഇന്ത്യയിലെ തന്നെ പ്രൊഫഷണൽ റാങ്കുള്ള ബോക്സർമാരാണ് മത്സരത്തിൽ പങ്കെടുത്തത്. മത്സരങ്ങൾ കാണുവാൻ സ്ത്രീകളും കുട്ടികളും യുവാക്കളും മുതിർന്നവരുമടക്കം ഫെസ്റ്റ് നഗരിയിലെത്തിയിരുന്നു. ശുചിത്വ മിഷൻ കൈമലർത്തിയതോടെ ആധുനിക നിലവാരത്തിലുള്ള ശ്മശാന നിർമ്മാണം ഉപേക്ഷിച്ച് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത്. പകരം 35 ലക്ഷം രൂപയുടെ സാധാരണ രീതിയിലുള്ള സംവിധാനം നിർമ്മിക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കി. DPCയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ നിർമ്മാണം തുടങ്ങാനാകുമെന്ന് അധികൃതർ അറിയിച്ചു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ വർഷങ്ങളായി ഉയരുന്ന ആവശ്യമാണ് ആധുനിക നിലവാരത്തിലുള്ള പൊതു ശ്മശാനം നിർമ്മിക്കുക എന്നത്. ഇതിനായി ഗ്രാമപഞ്ചായത്ത് 1 കോടിയോളം രൂപയുടെ പദ്ധതി സമർപ്പിച്ചിരുന്നു. ശുചിത്വ മിഷന്റെ ഫണ്ട് പ്രതീക്ഷിച്ച് 2023-24 വർഷത്തിൽ 75 ലക്ഷത്തോളം രൂപ ചിലവഴിച്ച 50 സെന്റ് സ്ഥലവും വാങ്ങി. എന്നാൽ ഫണ്ടില്ലെന്നുള്ള കാരണത്താൽ ശുചിത്വ മിഷൻ പദ്ധതി തള്ളിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ 35 ലക്ഷം രൂപയുടെ സാധാരണ രീതിയിലുള്ള ശ്മശാനം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള രൂപരേഖ തയ്യാറാക്കി കഴിഞ്ഞു. DPCയുടെ അംഗീകാരം ലഭിച്ചാൽ ഉടൻ തന്നെ ശ്മശാനത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയുമെന്ന് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെയിംസ് KJ പറഞ്ഞു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഈ വർഷം നമ്മുടെ ഒരുപാട് നാളത്തെ ഇവിടുത്തെ മനുഷ്യാവകാശ കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ പോലുള്ള ഒരുപാട് നിയമങ്ങൾ കൊണ്ട് നമുക്ക് ഇവിടെ ക്രിമിറ്റോറിയം ഇല്ലാത്തതിനാൽ വളരെയധികം പ്രശ്നങ്ങൾ നേരിട്ടുള്ള ഒരു പഞ്ചായത്തായിരുന്നു. അതിൽ നമ്മൾ ഇവിടെ നമ്മുടെ ടൗണിൻ്റെ അടുത്ത് തന്നെ സ്ഥലം വാങ്ങിക്കുകയും അതിന് വേണ്ടതായിട്ടുള്ള ക്രിമിറ്റോറിയം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ മാറ്റിവെച്ചിരുന്നു. എന്നാൽ നമ്മുടെ ശുചിത്വ മിഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ വർഷം നമുക്ക് ക്രിമിറ്റോറിയം നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമല്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അത്തരത്തിൽ നിലവിൽ ഇപ്പോൾ വെച്ചിരിക്കുന്ന 35 ലക്ഷം രൂപ കൊണ്ട് നിലവിൽ നമുക്ക് അതിൻ്റെ ഫൗണ്ടേഷൻ അതിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. അപ്പം ബാക്കി 35 ലക്ഷം രൂപ കൊണ്ട് അവിടെ ഒരു 25 സെല്ലുകളും അതുപോലെ തന്നെ ഹിന്ദു മതചാര പ്രകാരം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 2 സംവിധാനങ്ങൾ, അതോടൊപ്പം തന്നെ അവിടെ ഒരു ഹാള്, നമുക്ക് ഏത് മത ആചാരപ്രകാരമാണെങ്കിലും അവിടുത്തെ കാര്യങ്ങൾ കർമ്മങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹാള്, അതുപോലെ തന്നെ ഫെൻസിങ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വേണ്ടിയിട്ട് 35 ലക്ഷം രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. നമുക്ക് വളരെ അടിയന്തരമായിട്ട് നിർമ്മിക്കാനും നമുക്ക് ഉപ്പുതറയിലെ ഒരു പൊതുവായ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നുമാണ് നമ്മുടെ ഭരണസമിതി ലക്ഷ്യമിക്കുന്നത്.
മൃതദേഹങ്ങൾ ദഹിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള മൊബൈൽ യന്ത്രങ്ങളും ആചാരപ്രകാരമുള്ള കർമ്മങ്ങളും പ്രാർത്ഥനകളും നടത്തുന്നതിനുമായുള്ള സൗകര്യവും ശ്മശാനത്തിൽ ഒരുക്കും. പഞ്ചായത്തിൽ പൊതു ശ്മശാനം ഇല്ലാതിരുന്നത് പലപ്പോഴും പ്രതിസന്ധി സൃഷ്ടിച്ചിരുന്നു. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള തമ്പാൻ സിറ്റിയിലെ ലക്ഷം വീട് കോളനിയുടെ സ്ഥലം സ്വകാര്യ വ്യക്തി കയ്യേറി വേലിക്കല്ലുകൾ സ്ഥാപിച്ചതിൽ പ്രതിഷേധം. ചെമ്പകപ്പാറ കോൺഗ്രസ് വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ സ്ഥലം സന്ദർശിച്ച പ്രതിഷേധം രേഖപ്പെടുത്തി. ഇരട്ടിയാർ ഗ്രാമപഞ്ചായത്തിലെ 1-ാം വാർഡിൽ ഉൾപ്പെടുന്ന തമ്പാൻ സിറ്റിയിൽ ലക്ഷം വീട് കോളനിക്കായി പഞ്ചായത്ത് 40 വർഷം മുമ്പ് 1 ഏക്കറോളം ഭൂമി വാങ്ങിയിരുന്നു. ആദ്യകാലങ്ങളിൽ 5ഓളം കുടുംബങ്ങൾ വീട് കെട്ടി താമസിച്ചിരുന്നു. പിന്നീട് വഴിയുടെയും വെള്ളത്തിന്റെയും ലഭ്യത കുറവ് മൂലം 2 കുടുംബങ്ങൾ ഒഴികെ ബാക്കിയുള്ളവർ പഞ്ചായത്തിന് സ്ഥലം തിരികെ നൽകി താമസം മാറി. പിന്നീട് താമസക്കാർ ഇല്ലാത്തതിനാൽ ഈ സ്ഥലം തന്നാണ്ട് കൃഷികൾക്കായി എല്ലാ വർഷവും ലേലം വിളിച്ച് പാട്ടത്തിന് നൽകുകയാണ് പഞ്ചായത്ത് ചെയ്യുന്നത്. ഈ സ്ഥലത്തിന്റെ 20 സെന്റോളം ഭൂമിയാണ് സ്വകാര്യ വ്യക്തി കയ്യേറി വേലിക്കല്ലുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ലക്ഷം വീട് കോളനിയുടെ സ്ഥലം നിലവിൽ കയ്യേറിയതായിട്ടാണ് ഞങ്ങൾ കണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് അധികാരികളെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അതിൻ്റെ സ്ഥലം പാട്ടത്തിന് കൊടുത്ത് അതിൻ്റെ പൈസ വാങ്ങുന്നതല്ലാതെ പഞ്ചായത്തിൻ്റെ ആസ്തിയിലേക്ക് ഇത് കൂട്ടാനോ അതിന് കരം കെട്ടാനോ ബാക്കിയുള്ള നടപടികൾക്കോ ഇതുവരെയായിട്ടും തയ്യാറായിട്ടില്ല. അതിനെതിരെ അടിയന്തരമായിട്ട് നടപടികൾ ഉണ്ടാവണം. അതുപോലെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ നിലവിൽ ഇവിടെ ഒരു പഞ്ചായത്ത് മെമ്പർ ഇതിനെ ശ്രദ്ധിക്കാൻ വേറെ ഒരാളില്ലാത്തൊരവസ്ഥയാണ്. ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർ എവിടെയാണെന്ന് ഈ നാട്ടിലെ ഒരാൾക്ക് പോലും അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാനോ നിയന്ത്രിക്കാനോ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഇല്ലാത്ത സ്ഥിതിയാണെന്നും കയ്യേറ്റക്കാർക്കെതിരെ വേണ്ട നടപടി സ്വീകരിച്ച് ഉടനടി പരിഹാരം കാണണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. പഞ്ചായത്തിൻ്റെ സ്ഥലം കൈകേറിയിട്ടുണ്ടെന്നുള്ളത് വ്യക്തമായ ഒരു കാഴ്ചപ്പാട് അവിടെ ചെന്ന് കാണുന്ന എല്ലാവർക്കും അറിയാം. സ്ഥലം വിറ്റയാളും പറയുന്നു ഞാനതിൻ്റെ മുകളിൽ കിടന്ന സ്ഥലം പഞ്ചായത്തിൻ്റെ കഴിച്ച് ബാക്കി മുകളിൽ കിടന്ന സ്ഥലം വിറ്റിട്ടുണ്ട്. അതൊരു 10 സെൻറ്റ് കൂടുതൽ വരികയില്ല. അത് താവട്ടൊന്നും ഇറങ്ങി വരില്ല, നിരപ്പ് കൂട്ടിയാണ്. അതിനൊരു അതിരും കാണിച്ചു തന്നിട്ടുണ്ട്. അന്ന് ഞങ്ങൾ പഞ്ചായത്തിന് സ്ഥലം അളന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾ മരക്കുറ്റിയാണെങ്കിലും നാട്ടിയിരുന്നതാണ്. അതൊന്നും ഇല്ല ഇവിടെത്തും. ഇപ്പോൾ ഉള്ളത് 2-3 സർവേക്കല്ല. അതിലൊരു ഭാഗം കണ്ട് പഞ്ചായത്തിൻ്റെ സ്ഥലത്തേക്ക് ഏതാണ്ടൊരു 10-20 സെൻറ്റോളം ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇന്നിരിക്കുന്ന ഭരണസമിതി പഞ്ചായത്തിൻ്റെ ആസ്തി രജിസ്റ്ററിലുള്ള ഈ ലക്ഷം വീട് കോളനിയുടെ 1 ഏക്കർ സ്ഥലം അത് അളന്ന് തിരിച്ച് മാറ്റിയിടണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കയ്യേറ്റക്കാരെ ഒഴിപ്പിക്കുകയും വേണം. കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി മാത്യു കൊച്ചുകുറുപ്പാശ്ശേരി, വാർഡ് പ്രസിഡന്റ് ജോണി കാരിക്കൊമ്പിൽ, INTUC റീജിയണൽ സെക്രട്ടറി അഭിലാഷ് പരിന്തിരിക്കൽ, ബിജി കാവുങ്കൽ, ചാക്കോച്ചൻ ഇടപ്പള്ളിക്കുളം, ജോസഫ് കല്ലുപുരയ്ക്കൽ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പിയർ എഡ്യൂക്കേറ്റേഴ്സ് ട്രെയിനിംഗ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഉപ്പുതറ ഹെൽത്ത് ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന 9 പഞ്ചായത്തുകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ഉപ്പുതറ ഹെൽത്ത് ബ്ലോക്കിന്റെ കീഴിൽ വരുന്ന 9 പഞ്ചായത്തുകളിലെ ഓരോ സ്കൂളുകളിൽ നിന്നും 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളെ വീതം തിരഞ്ഞെടുത്താണ് പരിശീലനം നൽകുന്നത്. ഇവർക്ക് കുട്ടികളിൽ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തി അതുവഴി കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ അധ്യാപകർക്കും സ്കൂൾ ഹെൽത്ത് പ്രോഗ്രാമിലുള്ള നഴ്സുമാരിലും അറിയിച്ച് അവരിലൂടെ കുട്ടികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. കടപ്പന സെന്റ് ജോർജ് സ്കൂൾ പ്രിൻസിപ്പൽ ബിജുമോൻ ജോസഫ് പരിപാടിയിൽ അധ്യക്ഷനായിരുന്നു. കുട്ടികളെ ആവശ്യമായ സഹായങ്ങൾ നൽകി കൈത്താങ്ങുകൾ നൽകി അവരെ ശാരീരിക ആരോഗ്യത്തിലേക്കും മാനസിക ആരോഗ്യത്തിലേക്കും വളർത്തിയെടുക്കുക എന്ന വലിയ സ്വപ്നമാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. സംസ്ഥാന സർക്കാർ വിദ്യാഭ്യാസത്തോട് ആഭിമുഖ്യമുള്ള നിരവധി പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടത്തിവരിക. ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളായ കുട്ടികൾ ശരിയായ ദിശയിൽ പരിശീലിപ്പിക്കപ്പെടുകയും ശരിയായ മാനസിക ശാരീരിക ആരോഗ്യങ്ങളോടുകൂടി വളർന്നു വരികയും ചെയ്താൽ മാത്രമേ രാജ്യത്തിൻ്റെ പുനർനിർമ്മിതി സാധ്യമാവുകയുള്ളൂ എന്ന വലിയ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജെയ്സൺ സി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ചക്കുവള്ളം ഹെൽത്ത് ഇൻസ്പെക്ടർ ഡി മാത്തുക്കുട്ടി, കട്ടപ്പന താലൂക്ക് ആശുപത്രി ഡയറ്റീഷ്യൻ ആശ ജോസഫ്, അജ്മൽ ND, ഷീജ ദിവാകരൻ, മുൻസി സെബാസ്റ്റ്യൻ, സൗമ്യ S തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ ചേമ്പളം ആരാശ്വരിപ്പടി ഭാഗത്തെ യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നു. യാത്രാക്ലേശം ഏറ്റവും രൂക്ഷമായ മേഖലയിൽ 5 ലക്ഷം രൂപ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. 108 മീറ്ററാണ് ആദ്യഘട്ടത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നത്. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡ് ഉൾപ്പെടുന്ന ചേമ്പളം കിഴക്കേ മാട്ടുകെട്ട് ഭാഗത്ത് മണ്ണക്കാനാട്ട് വില്ലേജ് വഴി ആരാച്ചേരിപ്പടി റോഡ് തകർന്ന യാത്രാക്ലേശം രൂക്ഷമായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിന്റെ 5 ലക്ഷത്തോളം രൂപ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ
തുടങ്ങിയത്. റോഡിന്റെ 108 മീറ്ററോളം ഭാഗമാണ് ആദ്യഘട്ടത്തിൽ കോൺക്രീറ്റ് ചെയ്യുക. ഫണ്ട് ലഭ്യമാകുന്ന മുറയ്ക്ക് ബാക്കി ഭാഗം കൂടി കോൺക്രീറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈമോൾ രാജൻ പറഞ്ഞു. അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിലെ 4-ാം വാർഡിൽ വില്ലേജ് പടി മണ്ണക്കനാട്ടുപടി റോഡിൽ ആരച്ചേരിക്കട ഭാഗത്ത് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. പഞ്ചായത്തിൽ നിന്നുള്ള 5 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പണി നടന്നുകൊണ്ടിരിക്കുന്നത്. വഴി മൊത്തം പോയി കിടക്കുന്നതിനാലായിട്ട് ബാക്കി പണിയുന്നതിന് വേണ്ടി ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെയും ബ്ലോക്ക് മെമ്പറിൻ്റെയും MLAയുടെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഫണ്ട് അനുവദിക്കുന്ന മുറയ്ക്ക് പണി തുടരുന്നതാണ്. റോഡിന്റെ ബാക്കിയുള്ള 1 കിലോമീറ്ററോളം ഭാഗവും പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. ഏറ്റവും മോശമായ ഭാഗം കോൺക്രീറ്റ് ചെയ്യുന്നതോടെ റോഡിലൂടെയുള്ള യാത്രാ ദുരിതത്തിന് ഒരു പരിധിവരെ പരിഹാരമാകും. ഉപ്പുതര ഗ്രാമപഞ്ചായത്തിൽ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം നടത്തി. പരിപാടിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. മാലിന്യമുക്ത നവകേരളം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാന സർക്കാർ പഞ്ചായത്തുകൾ തോറും വിവിധ തരത്തിലുള്ള പദ്ധതികളാണ് ആവിഷ്കരിച്ചു വരുന്നത്. ശുചിത്വ മിഷന്റെ നേതൃത്വത്തിൽ ജനുവരി 1 മുതലാണ് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം പഞ്ചായത്തുകളിൽ സംഘടിപ്പിക്കുന്നത്. ഇതോടൊപ്പം എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തം, ഞാൻ മാലിന്യം വലിച്ചെറിയില്ല എന്ന മുദ്രാവാക്യം ഉയർത്തി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പൊതുജനങ്ങൾക്കായി സിഗ്നേച്ചർ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. പഞ്ചായത്തിലെ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത പാടെ ഒഴിവാക്കുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് ഇത്തരം പദ്ധതികൾ നടപ്പിലാക്കുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KJ ജെയിംസ് പറഞ്ഞു. പൊതുവിടങ്ങളിലും റോഡുകളിൻ്റെ സൈഡുകളിലൊക്കെ നമ്മുടെ ടൂറിസ്റ്റുകളായിട്ടുള്ള ആളുകളും അല്ലാത്ത ആളുകളും ഒക്കെ വന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് ഒരു ശീലമായിട്ട് മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഉപ്പുതര ഗ്രാമപഞ്ചായത്ത് ഇത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ പൊതുസ്ഥലങ്ങളെല്ലാം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചുകൊണ്ട് തന്നെ മാലിന്യം വലിച്ചെറിയുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ ഏറ്റവും അധികം മലിനമാക്കപ്പെടുന്ന ഒരു നദിയാണ് നമ്മുടെ പെരിയാർ നദി. ഉപ്പുതരയിലൂടെ കടന്നു പോകുന്ന പെരിയാറിൻ്റെ വശങ്ങളിലോട്ടും അതായത് പെരിയാറിനുള്ളിലോട്ടും വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഡംപ് ചെയ്യുന്ന ഒരു ശീലമുണ്ട്. അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ പെരിയാറിലോട്ട് മാലിന്യങ്ങൾ, അതായത് നമുക്ക് സോപ്പിറ്റ് മാലിന്യങ്ങൾ, മറ്റ് സെപ്റ്റേജ് മാലിന്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർക്കെതിരെയും കർശന നടപടി സ്വീകരിക്കുന്നതിനാണ് പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രവണത കണ്ടുവരുന്നതായും ഈ മേഖലകളിൽ നിരീക്ഷണ ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിക്കുമെന്നും അധികൃതർ അറിയിച്ചു. കട്ടപ്പന അവസാനം ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയും ആനുവൽ ഡേ ആഘോഷവും നടന്നു. ജൂബിലി ആഘോഷം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിനും ആനുവൽ ഡേ ഇടുക്കി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസും ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസത്തിന്റെ പുതിയ പാഠങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഹൈറേഞ്ചിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പകർന്നു നൽകുക എന്ന ലക്ഷ്യത്തോടെ കട്ടപ്പനയുടെ മണ്ണിൽ പ്രവർത്തനം ആരംഭിച്ച അവസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലി പ്രവേശനവും ആനുവൽ ഡേയുമാണ് സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ നടന്നത്. 5 പതിറ്റാണ്ടായി മികച്ച വിദ്യാഭ്യാസത്തിലൂടെ ഉണർവുള്ള തലമുറയെ വളർത്തിയെടുക്കാൻ ഈ കലാലയത്തിനായി. ആയിരക്കണക്കിന് ആളുകൾ സ്കൂളിൽ നിന്ന് മികച്ച വിദ്യാഭ്യാസത്തിലൂടെ സമൂഹത്തിന്റെ ഉന്നത തലങ്ങളിലേക്ക് എത്തി. സ്കൂളിന്റെ ഗോൾഡൻ ജൂബിലിയും ആനുവൽ ഡേ ആഘോഷവും വിപുലമായ പരിപാടികളോടെയാണ് സംഘടിപ്പിച്ചത്. ജൂബിലി ആഘോഷം ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ രംഗത്ത് കേരളം വളരെ മികച്ച നേട്ടത്തിലേക്ക് ഉയരുകയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഇനിയും വളർച്ച കൈവരിക്കാനുണ്ട്. ആ യാത്രയിലാണ് നമ്മൾ ഇപ്പോൾ എന്നും മന്ത്രി പറഞ്ഞു. വിദ്യാഭ്യാസ രീതി തന്നെ മാറി. അതുകൊണ്ട് അത്തരം കാലഘട്ടങ്ങളിലേക്ക് നമ്മുടെ കേരളം അടുക്കുമ്പോൾ അതിൽ വലിയ സംഭാവന കൊടുക്കാൻ കഴിയുന്ന വരുംകാല ഭാവിയിലെ ഒരു സ്ഥാപനമായി യോസാന ഹയർ സെക്കൻഡറി സ്കൂൾ എന്നൊക്കെ ഉള്ളത് മാറി ആ തലത്തിലേക്ക് സർവകലാശാലകൾ അംഗീകരിക്കുന്ന മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ ഉണ്ടാകേണ്ടി വന്നേക്കാം ഭാവിയിൽ എന്നുള്ള കരുതലോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ അതിന് വലിയ പങ്കാളിത്തം വഹിക്കാൻ പറ്റുന്നൊരു സ്ഥാപനമായി ഹൈറേഞ്ചിലെ ആദ്യത്തെ സ്ഥാപനമായി എടുത്തു കാണിക്കാൻ കഴിയുന്ന ഒരു സ്കൂളായിരിക്കും ഹോസാന ഇംഗ്ലീഷ് മീഡിയം സ്കൂളെന്ന് വളരെ സന്തോഷത്തോടു കൂടി നമുക്ക് പറയേണ്ടി വരും. ആനുവൽ ഡേയുടെ ഉദ്ഘാടനം ഇടുക്കി MP ഡീൻ കുര്യാക്കോസ് നിർവഹിച്ചു. ലോകത്തോട് മത്സരിക്കാൻ സജ്ജമാകുന്ന യുവതലമുറയെ വാർത്തെടുക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. 50 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ചതിൻ്റെ പ്രത്യേകതകളെ സംബന്ധിച്ച് ആ നിലയിൽ വിശാലമായി ഒരു കാഴ്ചപ്പാടോടുകൂടി തന്നെ ഇത്തരമൊരു പദ്ധതി അവതരിപ്പിച്ച് യാഥാർത്ഥ്യമാക്കിയതിൻ്റെ മികവിനെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. നമ്മുടെ രാജ്യത്തിന് വലിയ ചരിത്രം എന്ന് പറയുമ്പോൾ വളരെ വർഷങ്ങളുടെ ഒരു ചരിത്രം അല്ല സ്വാതന്ത്ര്യത്തിന് ശേഷമുള്ളത്. എന്നാൽ ഈ ഹ്രസ്വമായ കാലഘട്ടത്തിനിടയിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത്
ലോകത്തോട് മത്സരിക്കാൻ സജ്ജമാകുന്ന യുവതലമുറയെ, വിദ്യാർത്ഥികളെ അത്രയും വലിയതായ ഹ്യൂമൻ റിസോഴ്സിനെ ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിന് സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. സ്കൂൾ മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ അധ്യക്ഷനായിരുന്നു. പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഹെഡ്മാസ്റ്റർ TJ ഡേവിഡ്, MG യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ സിറിയക് തോമസ്, കാഞ്ഞിരപ്പള്ളി രൂപത വികാരി ജനറൽ ഫാദർ ബോബി അലക്സ് മണ്ണംപ്ലാക്കൽ, ആക്ടർ ബോബി കുര്യൻ, നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി, നഗരസഭാ കൗൺസിലർ സോണിയ GB, PTA പ്രസിഡന്റ് സജി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അക്ഷരമുത്തുകൾ ചേർത്തു കൊടുത്തൊരു വിദ്യാലയ ലോകം. കട്ടപ്പന വെള്ളിയാങ്കുടി സെന്റ് ജെറോം സ്കൂളിന്റെ 44ാമത് വാർഷികാഘോഷവും ഹയർ സെക്കൻഡറി ജൂബിലി സമാപനവും അധ്യാപക രക്ഷകർതൃ ദിനാചരണവും നടന്നു. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചുക്കൽ ഉദ്ഘാടനം ചെയ്തു. സെന്റ് ജോർജ് പാരിഷ് ഹാളിൽ വെച്ചാണ് വാർഷിക ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. ആരോഹ മ്യൂസിക് ബാൻഡ് അവതരിപ്പിച്ച വൃന്ദവാദ്യത്തോടെയാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. സ്കൂൾ മാനേജർ ഫാദർ തോമസ് മണിയാട്ട് അധ്യക്ഷത വഹിച്ചു. ഇടുക്കി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസ് പ്ലാച്ചിക്കൽ ഉദ്ഘാടനം ചെയ്തു. കട്ടപ്പന ASP രാജേഷ് കുമാർ IPS മുഖ്യപ്രഭാഷണം നടത്തി. And also I want to say best wishes for your future exams. Do well. Don't worry too much about the exams and all. I was also an average student. Okay, my marks in 10th class were 75%, 76 maybe. In plus 2 I got 72%. So here I am standing here. So you can do well with your average marks also, but don't get fail, don't get F and all E. So just be a good student, work, do well, and choose your career wisely. Okay, who wants to? For I see so many NCC cadets. I hope they go to the police services, the armies, and all the navies and military services. And even they can prepare for UPSC and they can be like me and IPS also. So work hard. If you work hard and plan well, you can achieve anything in your life. യോഗത്തിൽ 26 വർഷത്തെ സുദീർഘമായ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ജെസ്സി ജോർജിന് യാത്രയയപ്പ് നൽകി. ഇടുക്കി രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ ജോർജ് തകടിയേൽ ഫോട്ടോ അനാച്ഛാദനവും പ്രതിഭകളെ ആദരിക്കലും നിർവഹിച്ചു. നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി, മുൻ മാനേജർ ഫാദർ ജോസ് ചെമ്മരപ്പള്ളിൽ, വാർഡ് കൗൺസിലർ ബീന സിബി, പ്രിൻസിപ്പൽ ജിജി ജോർജ്, ഹെഡ്മിസ്ട്രസ് വിൻസി സെബാസ്റ്റ്യൻ, PTA പ്രസിഡന്റ് വിനോദ് തോമസ്, സ്കൂൾ ചെയർപേഴ്സൺ അനുമിത രാജ്, ലീഡർ കൃഷ്ണപ്രിയ അജയ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മികച്ച പ്രകടനത്തിലൂടെ ജില്ലയുടെ അഭിമാനമുയർത്തിയ വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂളിനും വിദ്യാർത്ഥികൾക്കും ആദരവ് നൽകി. അണക്കര അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ആദരവ് ഒരുക്കിയത്. വിവിധ നൃത്ത ഇനങ്ങളിലും സാഹിത്യ ഇനങ്ങളിലും വഞ്ചിപ്പാട്ട് മത്സരങ്ങളിലുമടക്കം A ഗ്രേഡുകൾ നേടി മികച്ച പ്രകടനം നടത്തിയ വണ്ടൻമേട് സെന്റ് ആന്റണീസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമാണ് അമ്മയ്ക്കൊരുമ സ്നേഹ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ PTA പ്രസിഡന്റ് ജിജോ ഉമ്മൻ അധ്യക്ഷനായിരുന്നു. വണ്ടൻമേട് ഗ്രാമപഞ്ചായത്ത് അംഗം GP രാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. എന്നാണോ ഈ സ്കൂളിന് തുടക്കം കുറിച്ചത്, ആ കാലം മുതൽ ഈ കാലം വരെ ഈ സ്കൂളിനെ കലാപരമായിട്ടാണെങ്കിലും കായികപരമായിട്ടാണെങ്കിലും എല്ലാ തരത്തിലും വിദ്യാഭ്യാസപരമായിട്ടും കുട്ടികൾക്ക് വളർച്ച ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രവർത്തനമാണ് ഇവിടുത്തെ അധ്യാപകർ വഹിച്ചു വന്നിട്ടുള്ളത്. അതിൻ്റെയൊക്കെ ഫലം നമുക്ക് ഇന്നിപ്പം കണ്ടില്ല. സംസ്ഥാന തലത്തിൽ നടന്ന ഒരു കലോത്സവത്തിലാണ് നമ്മുടെ മക്കളെ മരിയയുടെ നേതൃത്വത്തിൽ ഇവർ കണ്ടപ്പോൾ എനിക്ക് വലിയ അതിശയമാണ് തോന്നി. ഞാൻ ഇവിടെ വരുമ്പോൾ ഇവരിവിടെ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട്. കലോത്സവത്തിലൊക്കെ പോയി പിള്ളേർ കൊണ്ടുവരുവാൻ ഞാൻ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ കുട്ടികൾക്കിടയിൽ വലിയ വലിയ കലാകാരന്മാരും വലിയ വലിയ കലാകാരികളും അതുപോലെ തന്നെ കായികപരമായിട്ടുള്ള കഴിവുള്ളവർ നിരവധിയുണ്ട്. എല്ലാം ഇങ്ങനെ പമ്മിയിരിക്കുന്നൊക്കെ ഉള്ളൂ. സ്കൂളിന് അണക്കര മുക്കേൽ ഏജൻസി സ്പോൺസർ ചെയ്ത വോളിബോളും
നെറ്റും സമ്മാനിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും സമ്മാനങ്ങൾ നൽകി. സ്റ്റെനി പോത്തൻ നെടുമ്പുറം വെള്ളാരംകുന്നാണ് കുട്ടികൾക്കുള്ള സമ്മാനങ്ങൾ ഏർപ്പെടുത്തിയത്. അമ്മയ്ക്കുരുമ സ്നേഹക്കൂട്ടായ്മ രക്ഷാധികാരി ബാബു സുരഫി മുഖ്യപ്രഭാഷണം നടത്തി. സ്കൂൾ ഹെഡ് മിസ്ട്രസ് കൊച്ചുറാണി ജോർജ്, അമ്മയ്ക്കുരുമ ചെയർമാൻ സാബു കുറ്റിപ്പാലക്കൽ, MPTA പ്രസിഡന്റ് അൽഫോൻസ ജോബിൻ, മുൻ PTA പ്രസിഡന്റ് സജി സാമുവൽ, അധ്യാപിക റാണി ജോർജ്, മനോജ് പുളിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കേരള നടനത്തിൽ തുടർച്ചയായി A ഗ്രേഡ് സ്വന്തമാക്കി കട്ടപ്പന സ്വദേശി വാഘവേലിൽ കല്യാണി ബിലേഷ്. HS വിഭാഗത്തിലാണ് കല്യാണി നേട്ടം കരസ്ഥമാക്കിയത്. 2ാം വർഷവും A ഗ്രേഡ് നേടിയെടുത്തതോടെ ഇരട്ടി മധുരത്തിലാണ് ഈ മിടുക്കി. 63ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ HS വിഭാഗം കേരള നടനത്തിലാണ് കല്യാണി ബിലേഷ് A ഗ്രേഡ് കരസ്ഥമാക്കിയത്. എന്നാൽ ഈ വിഭാഗത്തിൽ ഇരട്ടി മധുരമാണ് ഉള്ളത്. കഴിഞ്ഞ കൊല്ലത്തെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലും കല്യാണി ഈ നേട്ടം നേടിയിരുന്നു. തുടർച്ചയായി നേട്ടം കൈവരിച്ചതിന്റെ ആഹ്ലാദത്തിലാണ് ഈ കൊച്ചുമിടുക്കി. അതോടൊപ്പം ഇരട്ടി സന്തോഷത്തിലാണ് കുടുംബവും നാട്ടുകാരും സ്കൂൾ അധികൃതരും. 20 പേർ പങ്കെടുത്ത മത്സരത്തിൽ വാശിയേറിയ പോരാട്ടമാണ് കല്യാണി കാഴ്ചവെച്ചത്. നിലവിൽ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ചെറുപ്പം മുതലേയുള്ള പരിശീലനം തന്നെയാണ് ഉന്നത വിജയത്തിലേക്ക് കല്യാണിയെ നയിച്ചത്. ഇരിങ്ങാലക്കുട AG സന്തോഷിന്റെ ശിക്ഷണത്തിലാണ് കല്യാണി കേരള നടനം അഭ്യസിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 2ാമത്തെ തവണയാണ് തുടർച്ചയായിട്ട് ഞാൻ സംസ്ഥാന കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. ചേച്ചിയും കുമാർ മാഷും സന്തോഷ് മാഷും എൻ്റെ പേരൻസുമായിരുന്നു എപ്പോഴും സപ്പോർട്ടും എനിക്ക് എൻകറേജ്മെന്റ് ഒക്കെ തന്നത്. അത് തന്നെയായിരുന്നു എൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടും. പിന്നെ അടിപൊളിയായിരുന്നു. എന്നാണേലും ഒത്തിരി വിവാദങ്ങൾക്കൊക്കെ ഒടുവിൽ നമ്മൾ പോയി. A ഗ്രേഡ് ഉണ്ട് കേരള നടനത്തിൽ. മോഹിനിയാട്ടത്തിലും മികച്ച പ്രകടനം കല്യാണിക്ക് വശമുണ്ട്. സ്വന്തം സഹോദരി തന്നെയാണ് ഗുരു. കാലടിയിൽ മോഹിനിയാട്ടത്തിൽ ബിരുദ പഠനത്തിലുള്ള ഗൗരിയാണ് സഹോദരി. വർഷങ്ങളായി മോഹിനിയാട്ടത്തിൽ ഗൗരി കല്യാണിക്ക് പരിശീലനം നൽകുന്നു. ചെറുപ്രായം മുതൽ ക്ലാസിക്കൽ ഡാൻസ് രംഗത്ത് പരിശീലനം നടത്തുന്നുണ്ട്. ഇതിനോടകം നിരവധി സമ്മാനങ്ങളും നേട്ടങ്ങളും കല്യാണി കൈവരിച്ചു കഴിഞ്ഞു. ജില്ലാതലങ്ങളിലും സംസ്ഥാന തലങ്ങളിലും നിരവധി സമ്മാനങ്ങളും വാരിക്കൂട്ടി. ബിലേഷ് മിനി ദമ്പതികളുടെ മകളാണ് കല്യാണി. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഗ്രീൻ ഹൗസ് കാർഡമം മാർക്കറ്റിംഗ് ഏലക്ക ലേല വിവരം. ആകലോട്ട് 283. വിൽപ്പനയ്ക്ക് വന്നത് 77,862. വിൽപ്പന നടന്നത് 77,664. കൂടിയ വില 3,401. ശരാശരി വില 3,121. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 650 രൂപ. ഏലം കൂടിയ വില 3000. ഏലം ശരാശരി വില 2800. കാപ്പിപ്പരിപ്പ് 400. ഗ്രാമ്പൂ 925. കൊക്കോ 170. റബ്ബർ 190. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,285 രൂപ. വെള്ളി 101. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. സംരംഭക സഭ ഇടുക്കി ജില്ലാതല ഉദ്ഘാടനം കട്ടപ്പനയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. കാർഷിക മേഖലയ്ക്കൊപ്പം സംരംഭക മേഖലയ്ക്ക് കൂടുതൽ ഊന്നൽ നൽകണമെന്ന് മന്ത്രി. സംരംഭക മേഖലയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ട കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നതെന്നും റോഷി അഗസ്റ്റിൻ. കട്ടപ്പനയിൽ ബാങ്കിലെ നിക്ഷേപം തിരികെ കിട്ടാത്തതിനെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട
കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കുറ്റക്കാരെ അറസ്റ്റ് ചെയ്യുന്നതുവരെ കോൺഗ്രസ് ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന നേതാക്കൾ. കട്ടപ്പന നഗരസഭയുടെ ജൈവ മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വ്യാപാരികൾക്ക് അനുകൂല തീരുമാനമുണ്ടാകാത്ത സാഹചര്യത്തിൽ സമരത്തിനൊരുങ്ങി വ്യാപാരി വ്യവസായി സമിതി. വ്യാപാരികളോടൊപ്പം നിൽക്കേണ്ട വ്യാപാരി വ്യവസായി ഏകോപന സമിതി നഗരസഭയുടെ ബി ടീമായി പ്രവർത്തിക്കുകയാണെന്നും ആരോപണം. വണ്ടൻമേട് പുറ്റടി ഗവൺമെന്റ് ആശുപത്രിയോടനുബന്ധിച്ച് 4 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഐസൊലേഷൻ വാർഡ് അവഗണനയുടെ വക്കിൽ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നടത്തിയ കെട്ടിടത്തിന്റെ സീലിംഗ് അടക്കം പല ഭാഗങ്ങളും അടർന്നു വീണ് മാസങ്ങൾ കഴിഞ്ഞിട്ടും അറ്റകുറ്റപ്പണി നടത്താൻ പോലും തയ്യാറാകാതെ അധികൃതർ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.